നമസ്കാരം. ഇറാനിൽ അധികാരപ്പോര് ശക്തമാണെന്നും ഭരണം നിയന്ത്രിക്കുന്നത് IRGC ആണെന്ന വാദങ്ങൾ ശക്തമാണ്. വെടിനിർത്തൽ കരാർ നീട്ടുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാൻ ഭരണകൂടം പ്രതിസന്ധിയിലാണെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നു. അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ഇറാനെ തളർത്തിയെന്നും ഭരണകൂടം നിലവിൽ തകർച്ചയുടെ വക്കിലാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു. മധ്യസ്ഥത വഹിക്കുന്ന രാജ്യത്തിൻ്റെ നേതാക്കളുടെ പേരെടുത്ത് പരാമർശിച്ചപ്പോഴും ട്രംപ് ഇറാൻ്റെ പേരെടുത്ത് പറയാതെ തന്നെ അവിടുത്തെ നേതാക്കൾക്കും പ്രതിനിധികൾക്കും ഒരു ഏകീകൃത നിലപാടിലെത്താൻ അമേരിക്ക സമയം നൽകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ഇറാനിലെ ഭരണ സംവിധാനത്തിൽ വിള്ളലുകൾ വീണുവെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനിൽ ഒരു സൈനിക സുരക്ഷാ വിഭാഗത്തിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്ന രീതിയിൽ ഭരണകൂടം പുനഃക്രമീകരിക്കപ്പെട്ടു എന്നാണ് വിവരം. രണ്ടാം ഘട്ട ചർച്ചകളിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ സ്വീകരിച്ച നിലപാടിൽ ഇത് വ്യക്തമാണ്. ആദ്യഘട്ട ചർച്ചകൾക്ക് പിന്നാലെ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നു തന്നെയിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ നിലപാട് തൊട്ടു പിന്നാലെ തന്നെ തിരുത്തപ്പെട്ടു. ചർച്ചാ സംഘത്തെ ഉടൻ തന്നെ ടെഹ്റാനിലേക്ക് തിരിച്ചു വിളിച്ചതായും സർക്കാർ നിയന്ത്രിത മാധ്യമങ്ങളിൽ നിന്ന് അബ്ബാസ് അരാഗ്ചിക്ക് കടുത്ത വിമർശനം നേരിടേണ്ടി വന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയാനും യുദ്ധത്തിൽ താൻ വിജയിച്ചുവെന്ന് പ്രഖ്യാപിച്ച് വിജയാഘോഷം നടത്താൻ ട്രംപിന് മികച്ച അവസരം നൽകിയെന്നും മാധ്യമങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. ഇതിനു പിന്നാലെ US നാവികസേനയുടെ ഉപരോധം തുടരുന്നതിനെ തുടർന്ന് ഹോർമുസ് കടലെടുക്ക് വീണ്ടും അടച്ചതായും ഇറാന്റെ സായുധ സേന പ്രഖ്യാപിക്കുകയായിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, സൈന്യവുമായി അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കൾ എന്നിവരടങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇറാൻ ഭരണകൂടം കേന്ദ്രീകരിക്കപ്പെടുകയാണ്. സുരക്ഷാ മേധാവി മുഹമ്മദ് ബാക്കർ സോൾഖാദറിന്റെ സഹായത്തോടെ അടുത്തിടെ IRGC തലവനായി ഉയർത്തപ്പെട്ട അഹമ്മദ് വാഹിദി ഇതിലെ പ്രധാനിയായി മാറിയിരിക്കുകയാണ്. ഇതിലൂടെ ഭരണ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിൽ ഭിന്നതയുണ്ടെന്നതിന് പകരം തങ്ങൾ പരസ്പര ബന്ധിതമായി പ്രവർത്തിക്കുന്നുവെന്ന് തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഭരണകൂടത്തെ സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ച ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് ഇറാന്റെ ഏറ്റവും നിർണായകമായ ഒരു ശക്തിയായി മാറിയിരിക്കുകയാണ്. ഇന്ന് IRGC സൈനിക ശക്തി മാത്രമല്ല, മറിച്ച് ഇറാന്റെ ഇന്റലിജൻസ് ശൃംഖലയായും സാമ്പത്തിക ശക്തിയായും പ്രാദേശിക രാഷ്ട്രീയ ഇടനിലക്കാരുമൊക്കെയായും പ്രവർത്തിക്കുന്നു. ലബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ സഖ്യകക്ഷികളിലൂടെ ഈ സംഘടന വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. IRGCയുടെ ബസിറ്റ് സേന ആഭ്യന്തര നിയന്ത്രണം ഉറപ്പാക്കുമ്പോൾ എലൈറ്റ് വിഭാഗമായ ഖുദ്സ് ഫോഴ്സ് വിദേശ രാജ്യങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട ഉപരോധങ്ങളും സംഘർഷങ്ങളും IRGCയെ തളർത്തുന്നതിന് പകരം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങളോട് കിടപിടിക്കുന്നതോ അല്ലെങ്കിൽ പലപ്പോഴും അവയെ നിഷ്പ്രഭമാക്കുന്നതോ ആയ സമാന്തര സാമ്പത്തിക രാഷ്ട്രീയ ഘടനകൾ കെട്ടിപ്പടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയായിരുന്നു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തുടങ്ങിയ നേതാക്കൾ ഭരണകൂടത്തിന്റെ മുഖങ്ങളായി തുടരുന്നുണ്ടെങ്കിലും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ മാത്രമായി ഇവരുടെ ചുമതലകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. IRGC മേധാവി അഹമ്മദ് വാഹിദിയാണ് കാര്യങ്ങൾ കൂടുതൽ നിയന്ത്രിക്കുന്നത്. ഇറാന്റെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തികളിൽ ഒരാളായി അദ്ദേഹം ഇന്ന് മാറിയിരിക്കുന്നു. റവല്യൂഷണറി ഗാർഡ്സിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളും ഖുദ്സ് ഫോഴ്സിന്റെ മുൻ കമാൻഡറുമായ വാഹിദി ഭരണകൂടത്തിനുള്ളിലെ തീവ്ര നിലപാടുള്ള പക്ഷത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇറാൻ നേതൃത്വത്തിലെ ഏറ്റവും ശക്തനായ നേതാവായിട്ടാണ് അദ്ദേഹത്തെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. സൈനിക നടപടികൾക്കപ്പുറം വെടിനിർത്തൽ ചർച്ചകളും യുദ്ധതന്ത്രങ്ങളും ഉൾപ്പെടെയുള്ള നിർണായകമായ തന്ത്രപ്രധാന തീരുമാനങ്ങളിലും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സുരക്ഷാ കൗൺസിൽ അംഗമായ മുഹമ്മദ് ബാക്കർ സോൾഖാദർ ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ ശൃംഖലയാണ് ഇറാന്റെ നയതന്ത്രത്തിലെ ലക്ഷ്മണ രേഖകൾ നിശ്ചയിക്കുന്നത്. മിസൈൽ പദ്ധതികൾ, ആണവശേഷി, പ്രാദേശിക സഖ്യങ്ങൾ എന്നിവയിലെ സുപ്രധാന തീരുമാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളുമായും ആണവ പദ്ധതികളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, കാനഡ എന്നിവർ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ അദ്ദേഹത്തിന് മേൽ ഇപ്പോഴുമുണ്ട്. IRGCയുടെ വളർന്നു വരുന്ന സ്വാധീനം ഇറാന്റെ സിവിൽ നേതൃത്വത്തിന്റെ സ്വയംഭരണാധികാരത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യം പരിമിതമാണെന്നും വിലയിരുത്തപ്പെടുന്നു. അരാഗ്ചിയുടെ പ്രസ്താവനകൾ ഉടൻ തന്നെ തിരുത്തപ്പെട്ട ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട സംഭവം ഈ പരിമിതികളെ അടിവരയിടുന്നു. പരമോന്നത നേതാവ് മുജ്തബ ഖമീനി പോലും സ്വന്തം അധികാരം പ്രയോഗിക്കുന്നതിന് പകരം ഒരു കൂട്ടായ നേതൃത്വത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്നും ചില വിദഗ്ധർ കരുതുന്നു. പ്രത്യേകിച്ച് വാഹിദിയാണ് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഈ വളർച്ച ഇറാനെ കൂടുതൽ ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.